ഇന്നലത്തെ പട്ടിദാറിൻ്റെ വിക്കറ്റ്, അതായത് ഹോൾഡർ എടുത്ത ക്യാച്ച്, അത് നോട്ട് ഔട്ടാണ്. അത് ഒരു തരത്തിലും ഔട്ടല്ല. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് RCBൻ്റെ ഹെയ്റ്റേഴ്സ്, ആ ഹെയ്റ്റ് മനസ്സിൽ വെച്ചിട്ട് അത് ഔട്ടാണെന്ന് പറയുന്നു. എംപയറുടെ ഡിസിഷൻ കറക്റ്റാണെന്ന് പറയുന്നു. RCB അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്നവർ വരെ അത് നോട്ട് ഔട്ടാണെന്ന് പറയുമായിരുന്നു. അവിടെ നമുക്കൊരു ടീമിനോട് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാകും, നമ്മുടെ റൈവലറി ടീമൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ? ഫേവർ ചെയ്ത് സംസാരിക്കരുത്. നിങ്ങൾ റിയാലിറ്റി നോക്കിയിട്ട് ഏതാണോ ശരി അത് സംസാരിക്കണം. ഇന്നലത്തെ ഹോൾഡറിൻ്റെ കേച്ച് എങ്ങനെയാണ് ഔട്ടാവുക? നിങ്ങളൊന്ന് പറ. ഒരുപാട് കമൻറ്റിൽ കണ്ടു അത് ഔട്ടാണ്, ഇവന്മാർ 2K കിഡ്സാണ്, കളി അറിയായിട്ടാണ് അത് നോട്ട് ഔട്ട് എന്ന് പറയുന്നത്. അവിടെ ശരിക്കും അത് നോട്ട് ഔട്ടാണ്, എംപയറുടെ മിസ്റ്റേക്കാണ്. നിയമത്തിൽ എന്താണ് പറഞ്ഞത്? 2 കാര്യങ്ങളാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഒരു ക്യാച്ച് എടുക്കുമ്പോൾ. ഒന്ന്, അതായത് ആ ഫീൽഡർ ബോൾ കയ്യിൽ ഒതുക്കുകയും ഫീൽഡറുടെ ബോഡി കൺട്രോളിലാവുകയും വേണം. ഇത് രണ്ടും നടന്നിരിക്കണം അത് ക്യാച്ച് ആകണമെങ്കിൽ. പിന്നെ ഇത് നടക്കുന്നതിന് മുമ്പ് ബോൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാനും പാടില്ല. ഹോൾഡറിൻ്റെ കേസ് നിങ്ങൾ എടുത്തു നോക്കൂ. ഇവന്മാർ ഔട്ടാണെന്ന് പറയുന്നവർ എന്താ പറയണമെന്ന് അറിയോ? ഹോൾഡർ ക്യാച്ച് എടുത്തതിന് ശേഷമാണ് ഗ്രൗണ്ടിൽ ബോൾ ടച്ച് ചെയ്യണമെന്നുള്ളത്. ഹോൾഡർ ക്യാച്ച് എടുത്തു, അതിനുശേഷം ടച്ച് ചെയ്തു. ആ ക്യാച്ച് എടുത്തതിന് ശേഷം ഹോൾഡർ കൺട്രോൾ ആയിട്ടില്ല. ഹോൾഡറിൻ്റെ ബോഡി ഓട്ടോമാറ്റിക് ആ ക്യാച്ച് എടുത്തു കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റിൽ കൈ പോകും. അപ്പോൾ അത് കൺട്രോൾ ആയിട്ടുള്ള മൂവ്മെൻ്റ് അല്ല. കൺട്രോൾ അല്ലാത്തത് കൊണ്ടാണ് ആ കൈ മൂവ് ചെയ്യണത്. ആ മൂവിങ്ങിലാണ് ഗ്രൗണ്ടിൽ ബോൾ ടച്ച് ചെയ്യണത്. അപ്പോൾ എങ്ങനെയാണ് ആ ഹോൾഡർ കൺട്രോൾ ചെയ്തെന്ന് പറയാൻ പറ്റുക? ഇതിനേക്കാൾ കുറച്ചുകൂടി പെർഫെക്ഷനിലാണ് ആഷസിൽ മിച്ചൽ സ്റ്റാർക്ക് എടുത്ത ക്യാച്ച്. അതുവരെ എംപയർ അന്ന് നോട്ട് ഔട്ടാണ് കൊടുത്തത്. പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ് ആ ഹോൾഡറിൻ്റെ ക്യാച്ച് ഔട്ട് കൊടുക്കുക? നിങ്ങൾ തന്നെ പറ. നിങ്ങൾ തന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ തന്നെ പറഞ്ഞ ഹോൾഡർ കൺട്രോളിലാണോ എന്നുള്ളത്. അവസാനത്തെ ഹോൾഡർ കൺട്രോൾ ആയിട്ടാണ് ഇങ്ങനെ എണീക്കുമ്പോൾ തട്ടുന്നത്. അതല്ല പറയണത്. അല്ലാതെ ഹോൾഡർ ക്യാച്ച് എടുത്തതിന് ശേഷം ആ ഒരിയണതുണ്ടല്ലോ, അത് കൺട്രോളിലല്ല. RCB ഹേറ്റേഴ്സിന് അത് കൺട്രോളായിട്ട് തോന്നും. അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് നോട്ട് ഔട്ടാണ് എന്ന് പറയുന്നവരെ നിയമം അറിയില്ല എന്നല്ല പറയേണ്ടത്. നിയമം അറിയാത്തത് നിങ്ങൾക്കാണ്. നിങ്ങളാണ് ആ അന്ധതയിൽ വീണ് പോയത്. റിയാലിറ്റിയിലേക്ക് പോവുക. അത് 100% നോട്ട് ഔട്ട് തന്നെയാണ്.